ഹലോ, എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു സ്കൂളില്ലാത്ത ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇത്തിരി നേരം വൈകിട്ടൊക്കെയാണ് എണീക്കുന്നത്. അപ്പോൾ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ രാവിലെ ഇത്തിരി നേരം വൈകിട്ടാണല്ലോ സ്വതവേ നമ്മൾ എണീക്കാറ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ 2 സൈഡ് നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. മഴ പെയ്തപ്പോൾ നല്ല തണവും മഞ്ഞാണല്ലോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ 2 ദിവസത്തെ മഴ കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഒരു കുഞ്ഞ് പ്ലാവാട്ടോ. ആ പ്ലാവുമേന്ന് ഇങ്ങനെ ഇല ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അപ്പോഴാണ് ഈ നിറച്ച് ചവറായി കേട്ടോ മുറ്റം. ഉമ്മറത്ത് ഇത്രയും ചവറില്ല കേട്ടോ. ബാക്കിലാണ് കേട്ടോ നിറച്ച് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അത് കാരണം ബാക്കിലാണ് കേട്ടോ കുറേ ചവർ ഉണ്ടാവാറ്. അപ്പോൾ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ അത്ര അധികം ചവർ തന്നെയായിരുന്നു കേട്ടോ. അടിച്ച് വാരി കൂട്ടിയിടാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഉണക്കച്ചവറല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പച്ച ഇലയാണ് വീഴണത്. എന്താണോ പറ്റിയെന്ന് അറിയില്ല മരത്തിന്. അപ്പോൾ ഞാൻ അടിച്ച് വാരണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വേഗം അരിക്ക് വെള്ളം വെച്ചിട്ട് അടിച്ച് വാരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അരിക്ക് വെള്ളം വെച്ചിട്ട് കല നിറച്ച വെള്ളമല്ല കേട്ടോ. അതിപ്പോൾ ഞാൻ ഈ പൈപ്പിൽ നിന്ന് എടുത്ത് ഒഴിക്കായിരുന്നു കേട്ടോ വെള്ളം. അപ്പോൾ ഇത്തിരി പൈപ്പിൽ നിന്ന് വെള്ളം എടുത്ത് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അരിക്ക് വെള്ളം വെച്ചിട്ട് പിന്നെ എന്താ പണി, പിന്നെ അലക്കാനൊക്കെ മുക്കി വയ്ക്കണം, തുണികൾ അലക്കാൻ മുക്കി വയ്ക്കണം. അപ്പം ഞാനിപ്പോൾ അരിക്കൊക്കെ വെള്ളം വെച്ച് നിറച്ച് വെച്ചിട്ട് തുണികളൊക്കെ മുക്കി വെച്ചു കേട്ടോ. അപ്പം ഞാൻ തുണി മുക്കിയപ്പോൾ ഇളം ചൂടുവെള്ളം, അതായത് നമ്മുടെ കൈ അധികം പൊള്ളാത്ത രീതിയിലുള്ള ഇളം ചൂടുവെള്ളത്തിലാട്ടോ ഞാൻ തുണികളൊക്കെ മുക്കി വെച്ചത്. അപ്പോൾ വേഗം ചെളിയൊക്കെ ഉണ്ടെങ്കിൽ വേഗം അലിഞ്ഞ് കിട്ടിക്കോളും, പിന്നെ അലക്കാൻ എളുപ്പം. പിന്നെ ഇപ്പോൾ കല്ലുമല്ലാട്ടോ, വാഷിംഗ് മെഷീനിലാണ് തിരുമണത്തിട്ടാ. അപ്പം ഞാൻ അധികം തുണികളൊന്നും ഉണ്ടായിരുന്നില്ല, അലക്കാനായിട്ട് കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തുണികളൊക്കെ മുക്കി വയ്ക്കണം. അത് തുണികളൊക്കെ മുക്കി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അടിച്ചു വാരൽ പരിപാടിയിലേക്ക് ഇറങ്ങിയിട്ട്. അപ്പോൾ നല്ലോണം ചവറുള്ളതുകൊണ്ട് അടിച്ചിട്ടാണെങ്കിൽ നീങ്ങണമില്ല. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇട്ട് കൂട്ടി പോകുമായിരുന്നു കേട്ടോ. മൊത്തം സ്ഥലത്ത് കൂട്ടാണ്ട് കുറേശ്ശായിട്ട് ഓരോ സ്ഥലങ്ങൾ 2 സ്ഥലങ്ങളിലായിട്ട് കൂട്ടി ഇടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഇത് കത്തിക്കണം. ഇനിയിപ്പോൾ എങ്ങാനും ചാറ്റൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത് നനഞ്ഞ് പിന്നെയും കുളം. അപ്പോൾ പിന്നെ കയ്യോടത് എന്തെങ്കിലും കൂട്ടിയിട്ടിട്ട് കത്തിക്കാമെന്ന് തന്നെ വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ ഒരു വിധനൊക്കെ ഇത് കുറച്ചുകൂടി കൂട്ടി കുറച്ച് അവിടെയൊക്കെ കൂട്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വൃശ്ചികമായ കാരണം നല്ല കാറ്റുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കാറ്റ്, നല്ല തണുത്ത കാറ്റാട്ടോ രാവിലെ ഉണ്ടാവുക. അപ്പോൾ ഇത് അടിച്ചൊക്കെ വരി കഴിഞ്ഞപ്പോൾ നല്ല കാറ്റുണ്ടെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ചൂടൊക്കെ എടുത്തിട്ട് എനിക്ക് കുറച്ച് നേരം വന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അരി ഇടണം, വെള്ളം കാഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അരി ഇടണം, പിന്നെ ചായയും കുടിക്കണം. അപ്പോൾ അടിച്ചു വരി കഴിഞ്ഞപ്പോൾ നല്ല ക്ഷീണമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം പൂച്ചേനൊക്കെ കളിപ്പിച്ച് കഴിഞ്ഞ് പിന്നെ അടിച്ച് ഫുള്ളായി വൃത്തിയായിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ അരിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ചായയൊക്കെ വെച്ചിട്ട് പിന്നെ ചായ കുടിച്ചിട്ട് വേണം തീ ഇടാനായിട്ട് കേട്ടോ. പിന്നെ ചായ കുടിക്കണം. ഇതൊക്കെ ചവറിൽ തീയിടാനായിട്ട് മറ്റേ എന്താ പറയുക, അടുപ്പിൽ നല്ല കണൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ അത് അങ്ങനെ കിടന്ന് കത്തിക്കോളും വേഗം. പിന്നെ നല്ല കാറ്റുണ്ടല്ലോ, അപ്പോൾ കാറ്റത്ത് അങ്ങനെ കാറ്റടിച്ച് അങ്ങനെ തീ പിടിച്ചോളും അങ്ങനെ തന്നെ. അപ്പോൾ ഇതിപ്പോൾ എല്ലായിടത്തും തീയൊക്കെ ഇട്ട് മൊത്തം പുകഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ആകെ പുകയായിരുന്നു കേട്ടോ അവിടെയൊക്കെ. അങ്ങനെ തീയിടലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഒരു ട്രിപ്പിൻ്റെ അലക്കൽ കഴിഞ്ഞിട്ടായിരുന്നു. ഇപ്പോൾ ഉജാലയാണ് ബക്കറ്റിലിരിക്കുന്നത്. അപ്പോൾ വെള്ളയിലൊക്കെ ഉജാല മുക്കാണ്ടായിരുന്നേ. അപ്പോൾ അത് വെള്ളയിൽ ഉജാലൊക്കെ മുക്കിയിട്ട് വാഷിംഗ് മെഷീനിൽ പിഴിഞ്ഞിട്ട് തോരിട്ടു കേട്ടോ. അപ്പോൾ ഇവിടെ അതിൻ്റെ ഇടയിൽ ചേട്ടൻ മറ്റേ ഞങ്ങൾക്ക് സ്വർണ്ണപ്പണിയായിരുന്നു. അപ്പം അത് എന്തോ എന്തോ ചെയ്യാനാട്ടോ. അതൊക്കെ കറക്റ്റായിട്ട് അറിയില്ല, ഇത് അറിയണവർക്ക് അറിയാം. അപ്പോൾ ഇത് ആസിഡൊക്കെ വെച്ചിട്ട് എന്തോ സംഭവമാണ്. അപ്പം ഞാൻ അതെടുത്ത് അത് കഴിഞ്ഞപ്പോൾ രാവിലെ കഞ്ഞിയാണ് കേട്ടോ. പലഹാരമൊന്നും ഉണ്ടാക്കിയില്ല. അപ്പം ഞാൻ ചെറുപയർ കുക്കറിലിട്ടുണ്ട്. അപ്പം ഇനി ഉച്ചക്കലിക്കും കൂടി വേണം ചാറ് കറി. ചെറുപയർ വെന്തുണ്ടായിരുന്നു. അപ്പം ഞാൻ പോയിട്ട് ഓടിപ്പോയിട്ട് ഇത്തിരി മുരിങ്ങയിലൊക്കെ പൊടിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതിന് ചെറുപയറൊക്കെ വെന്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കിയിട്ട് കൂട്ടാൻ കാച്ചാനായിട്ട് ഇട്ടു. അങ്ങനെ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് മുളകൊടിയൊക്കെ ഇട്ട്, കുത്തുമുളക് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ചെറുപയർ ഉപ്പേരി ആക്കാതെ വെച്ചാൽ വലിയ ചാറില്ലാണ്ട് ഉപ്പേരി കഞ്ഞിക്കായിട്ടുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചെറുപയറൊക്കെ കാച്ചി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്തിരി ചാറുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് കട്ടയെ പൂട്ടും. അങ്ങനെയാണ് കേട്ടോ ചെറുപയറിൻ്റെ കാര്യം. അപ്പോൾ ഇതിപ്പോൾ ചെറുപയറൊക്കെ കാച്ചി കഴിഞ്ഞിട്ട് പിന്നെ ഇന്നലെ വെച്ച് കഴിഞ്ഞാൽ ചാള വെച്ചിട്ടുണ്ടായിരുന്നു. തലേ ദിവസത്തെ ചാള വാങ്ങിയിട്ട് വെച്ചതാണ്. അപ്പോൾ അതൊന്ന് ചൂടാക്കി വെക്കണം. അപ്പോൾ അതും കൂടി എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്ത്
കഞ്ഞി പകർത്തി വെച്ച് ചൂടാറാനായിട്ട് പിള്ളേർക്കൊക്കെ. എന്നിട്ട് ഞാൻ ചോറിനാനായിട്ട് ഞാൻ കഞ്ഞി എടുത്തില്ല, ചോറ് തന്നെ ഇട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ ഓരോരുത്തർക്ക് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ കഞ്ഞിയിൽ തന്നെ പയറൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത്തിരി ഉപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കൂട്ടി കഴിയുമ്പോൾ നല്ല രസമല്ല കഴിക്കാനായിട്ട്. അങ്ങനെ രണ്ടാൾക്കും കഞ്ഞിയൊക്കെ വിളമ്പി കൊടുത്തിട്ട് ഞാൻ കഴിക്കാതിരിക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് നാളേക്ക് എന്താ പറയുക ഇഡ്ഡലിക്ക് ഇടാനായിട്ട് അരി വെള്ളത്തിലിടണമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വേഗം പോയിട്ട് 2 നാഴി അരിയും പിന്നെ ഒരു 250 അളവ്, അതായത് 1 കപ്പ് ഉഴുന്നും കൂടി വെള്ളത്തിലിട്ട് വെച്ചു. അത് ഇപ്പം ഞാൻ മീൻ ചട്ടിക്കലത്തിൽ നിന്ന് കൂട്ടാൻ പകർത്തിയിട്ട് അതിൽ കുറച്ച് ചാറ് കൂടി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൽ തന്നെ ഇത്തിരി ചോറിട്ടിട്ട് മൊത്തം അതിനൊന്ന് കൂട്ടി മഴക്കിയിട്ട്, ഇപ്പം ഇത്തിരി ചൂടുണ്ടായിരുന്നില്ല ചൂടുണ്ടായിരുന്നു ചോറ്. അപ്പം ഒന്ന് കൂട്ടി മഴക്കി കഴിഞ്ഞാൽ നല്ല രസമാണല്ലോ. അപ്പം എന്നാൽ പിന്നെ അത് ഞാൻ കഴിക്കാൻ വിചാരിച്ചു കാലത്ത് തന്നെ. അപ്പോൾ ഇത്തിരി ചെറുപയറും കൂടി ഇട്ടിട്ട് കലത്തിൽ അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് കൂട്ടി മഴക്കി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് എല്ലാ കറിയും കൂടിയിട്ട് അങ്ങനെ അപ്പോൾ എല്ലാം കൂട്ടി മഴക്കി ചോറെടുത്തു. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് കുറച്ച് പണിയോടി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നേരത്തെ പൊട്ടിച്ച് വെച്ച മുരിങ്ങയില ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ഞാൻ വേഗം മുരിങ്ങയില വേർതിരിച്ചിട്ട് പരിപ്പിട്ട് വെക്കാൻ വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ പരിപ്പിട്ട് കുത്തി കാച്ചി വെക്കാമല്ലോ, അപ്പോൾ വേഗം അതൊന്ന് ഉരിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുരിങ്ങയിലൊക്കെ ഉരിഞ്ഞ് പരിപ്പൊക്കെ ഇട്ട് വെന്ത് പരിപ്പ് ഇത്തിരി വേവ് കുറഞ്ഞ് കുറേ വിസിലടിച്ചു. എന്താണാവോ കൂട്ടാനൊക്കെ കാച്ചി വെച്ചു. അത് കഴിഞ്ഞിട്ട് മീൻ കുറച്ച് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നു. ചാള തലേദിവസം പിടിച്ച് മുളക് പറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതും കൂടി ഒന്ന് വറുക്കാൻ വെച്ചു. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ഇപ്പം നോക്കിയപ്പോൾ ഇവിടെ ഞങ്ങളുടെ പറമ്പിൽ തന്നെ അപ്പുറത്തെ വീട്ടിൽ ചേട്ടാ ആന്തച്ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. ആന്തച്ചക്ക എന്നാണ് ഇവിടെ പറയുക, വേറെ എനിക്കറിയില്ല ആന്തച്ചക്ക. അപ്പം അത് പൊട്ടിക്കാൻ ചോദിച്ചപ്പോൾ കുറേ നിൽക്കണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ പത്തി കുറേ ചെരിഞ്ഞ് നിൽക്കണ്ടായിരുന്നു. അപ്പം പിന്നെ വൈകുന്നേരം ആകുമ്പോഴേ നിറച്ച് വവ്വാലുകൾ വന്ന് കടിച്ച് തിന്ന് പോവുക. അപ്പം പിന്നെ നമുക്കത് പൊട്ടിച്ചിട്ട് പഴുപ്പിക്കാൻ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണല്ലോ. പണ്ടൊക്കെ കിട്ടാൻ കാത്തിരിക്കും തിന്നാൻ വേണ്ടിയിട്ട്, അത്ര ടേസ്റ്റ് ആയിട്ട്. അപ്പം അത് തോട്ടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ തോട്ടിയൊക്കെ മേടിച്ച് സെറ്റാക്കിയിട്ട് പൊട്ടിക്കാൻ നിൽക്കണ്ട. അപ്പം ഞങ്ങളിങ്ങനെ മുകളിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്, പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കാനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഇത് എത്ര എണ്ണം കിട്ടിയണാവോ, ഒരു മൂന്നാലെണ്ണം കിട്ടിയതുകൊണ്ട് അതിലൊക്കെ കുഞ്ഞിതാട്ടോ, കുറേയൊക്കെ കുഞ്ഞിതുകളും കിട്ടി. അപ്പോൾ ആദ്യം ഒരാൾ പൊട്ടിക്കാൻ നോക്കി, അപ്പോൾ കിട്ടണില്ല. അപ്പം പിന്നെ അടുത്ത ആൾ ട്രൈ ചെയ്യട്ടെ എന്ന് വിചാരിച്ച് അടുത്ത ആൾ പൊട്ടിക്കാൻ നോക്കിയപ്പോൾ കറക്റ്റ് കിട്ടിയിട്ടാണ്. പിന്നെ ഞങ്ങൾ പൊട്ടിക്കാൻ കസാരയൊക്കെ കൊണ്ടിട്ടിട്ടാണ് പൊട്ടിച്ചത്. പിന്നെ മുകളിലേക്ക് നോക്കിയപ്പോൾ എത്തണില്ല. അപ്പോൾ ഞങ്ങൾ കസാരയൊക്കെ കൊണ്ടിട്ടിട്ട് പൊട്ടിച്ചിട്ടാണ് അത്യാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുവിധം ഇനി അധികം പൊട്ടിക്കേണ്ടതാണ്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ കിട്ടിയേക്കണത്.